വിളിക്കാൻ. അതാരടിയാ വരുന്നേ സൈക്കിളിന്? ഇത് നമ്മുടെ ലക്ഷ്മി അല്ലേ? ഹായ് ആന്റി. മോളെ ലച്ചു, വാ കേറി വാ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ മനുഷ്യ? കഴിഞ്ഞ ദിവസം നമ്മളെ വീട്ടിൽ വന്നതല്ലേ ആ മോളന്റെ കൂട്ടുകാരി ലക്ഷ്മി. ലച്ചു, എന്താ മോളെ പ്രത്യേകിച്ച്? ഇപ്പൊ മനസ്സിലായി. എന്താ മോളെ വിശേഷം? ഞാനിതുവഴി പോയപ്പോ ചുമ്മാ കേറിയതാ. ബിജു റൂബി അമ്മാളും ഒക്കെ എന്തിയെ കാണുന്നില്ലല്ലോ? പറഞ്ഞ പോലെ അവരെ കാണുന്നില്ലല്ലോ മനുഷ്യ. കുറെ നേരമായി മോളെ. ഇവിടെ നിന്ന് 3 പേരും കൂടി പോയതാ സൈക്കിള് വെക്കാനായിട്ട്. ഇത്ര നേരമായിട്ട് കാണുന്നില്ല. ഞാനില്ല റൂബി ഒളിച്ചു കളിക്കാൻ. അമ്മായി പറഞ്ഞേക്കണ വേഗം ചെല്ലണമെന്നാ. ഇവിടെ കളിച്ച് നടക്കരുതെന്ന്. നമ്മളീ പൈക്കളെ നോക്കാൻ വിട്ടതാ, അല്ലാതെ കളിക്കാൻ വിട്ടതൊന്നുമല്ല. എന്റെ പിച്ചു, പൈക്കൾ അവിടെ താനെ തിന്ന് നടന്നോളൂ. നീ വാ വാ അമ്മാളും, നമുക്ക് കളിക്കാം. എന്നാ ഞാൻ കളിക്കാൻ വരാം. പക്ഷെ ഞാൻ പൊട്ടനാവില്ല കേട്ടോ. അമ്മാള് പൊട്ടനാവട്ടെ. എപ്പോഴും ഞാനല്ലേ പൊട്ടനാവാറ്. എന്നാ ശരി, ഇന്ന് ഞാൻ അച്ഛൻ കിടക്കേ നിന്നോളാം. ഞാൻ എണ്ണിക്കോളാം, നിങ്ങൾ പോയി ഒളിക്കി. 1 2 3 4 5 6 7 8 9 10. കളി എടുക്കാണ്ട് അമ്മാള് 100 വരെ ഉണ്ട്. ഞങ്ങൾ വിളിക്കട്ടെ. റൂബി, നീ എവിടെ വിളിക്കുന്നേ? അതൊക്കെ ഒരു സ്ഥലമുണ്ട്. 97 98 99 100. അച്ഛൻ കിടക്കയിലുള്ളവരൊക്കെ സാറ്റ്. കാണുന്നില്ലല്ലോ. ബിച്ചു, ദേ അവൾ എണ്ണിക്കഴിഞ്ഞു. ഞാൻ വിളിക്കാൻ പോവാ. എവിടെ വിളിക്കുക? നീ പോയ ഞാനും വരാം. റൂബി നിക്ക്. ഇവിടെ വിളിക്കാം, ആരും കാണില്ല പെട്ടെന്ന്. ബിച്ചു, നീ ഇങ്ങോട്ട് വരുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഇവിടെ വിളിക്കണ്ട. വേറെ എവിടെയെങ്കിലും പോയി വിളിക്ക്. ഇപ്പൊ എവിടെ വിളിക്കും? ഞാൻ ഇവിടെ നിക്കാം. റൂബി പറഞ്ഞു കൊടുക്കല്ലേ, ഞാൻ ഇവിടെ വിളിച്ചേക്കുന്നുണ്ടേ. നിക്കാം. വരുന്നുണ്ട് അമ്മാളും. 2 എണ്ണത്തിനെ കാണുന്നില്ലല്ലോ. എവിടെയാണ് അവ ഒളിച്ചു നിൽക്കുന്നത്? സൈക്കിളെ നിങ്ങൾ കണ്ടോ ടോമി? അവര് കണ്ടോ? എവിടെയാണാവോ? റൂബി, നിന്നെ കണ്ടുപിടിച്ചേ. ഇനി ബിച്ചുവിനെ കണ്ടുപിടിക്കണമല്ലോ. എവിടെ പോയി കിടക്കുന്നോ ആവോ? റൂബി കളിച്ച ഭാഗത്ത് തന്നെ പോയി നോക്കാം, അവിടെ ഉണ്ടാവും. ബിച്ചു, നീ അവിടെ തന്നെ ഇരുന്നു. എന്നെ അവള് കണ്ടുപിടിച്ചു. നിന്നെ ഇപ്പൊ കണ്ടുപിടിക്കും. എന്നാലും ഇവൻ എവിടെ പോയി ഒളിച്ചിരിക്കുന്നു ആവോ? കാണുന്നില്ലല്ലോ. അയ്യോ, എന്നെ കാണിച്ചു കൊടുത്തതല്ലേ റൂബി. ഞാനില്ല കളിക്കാൻ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നിന്നെ കണ്ടുപിടിച്ചു. ഇപ്പൊ സാറ്റ് ഒഴിച്ചു. സാറ്റ്, ഞാൻ 2 പേരും കണ്ടുപിടിച്ചേ. ജയിച്ചേ. ഇനിയിപ്പോ പിച്ചു അപ്പൊട്ടനാവേണ്ടത്. കളിക്കില്ലാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ. വേഗം പോയി 100 വരെ എണ്ണിക്കോ. ശരി, 2 പേരും പോയി വിളിച്ചോ. 1 2 3 കൂടെയാണോ വിളിക്കണം? 4 5 6. റൂബി, നീ ഒളിക്കുന്നില്ലേ? അവൻ ഇപ്പൊ എണ്ണി കഴിയും. ഞാൻ ആ കുറ്റിക്കാട്ടിൽ എങ്ങാൻ പോയി ഒളിക്കാൻ പറ്റുമോ നോക്കട്ടെ. അമ്മാളും അധികം ദൂരേക്കൊന്നും പോകണ്ട കേട്ടോ. നമ്മളെ പൈക്കൾ ഇവിടെ ഉള്ളതാ. റൂബി, ഞാൻ ഈ പൊന്തക്കാട്ടിൽ തന്നെ ഒളിച്ചിരിക്കാൻ പോവാ. അവനെന്നെ കണ്ടുപിടിക്കില്ല. നീ എവിടെ ഒളിക്കുന്നേ? അത്രയ്ക്കായോ? എങ്കിൽ ഞാനും പൊന്തക്കാട്ടിൽ തന്നെ ഒളിച്ചിരിക്കാൻ പോവാ. ബിച്ചുനെ നമ്മളെ കണ്ടുപിടിക്കാനേ പറ്റില്ല. 96 97 98 99. അവൻ എണ്ണിക്കഴിഞ്ഞു തോന്നുന്നു. ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞങ്ങളെ കണ്ടുപിടിക്കാനേ പറ്റില്ല. മോൾക്ക് ഉണ്ണിയപ്പം ഇഷ്ടല്ലേ? ആന്റി ഉണ്ണിയപ്പം ഉണ്ടാക്കി തരാം. അപ്പൊ ബീച്ചൊക്കെ വരുമ്പോഴേക്കും നമുക്ക് അവർക്ക് ഉണ്ണിയപ്പം കൊടുക്കാം. മോളവിടെ ഇരിക്കട്ടോ. ശരി ആന്റി. അവരിവിടെ അടുത്താണോ പോയേക്കുന്നേ? ഞാനും കൂടി ഒന്ന് പോയി നോക്കിയാലോ? അയ്യോ, അത് വേണ്ട മോളെ. അതൊരു കാട്ടുവഴിയാ. മോളൊറ്റക്കൊന്നും അതിലേ പോവണ്ട. ബിച്ചുവിന്റെ അമ്മാളിന്റെ കൂടെ ടോമി ഉള്ളതാ ഞങ്ങൾക്കൊരു ധൈര്യം. അവിടെ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്നതാ. മോള് ഇവിടെ തന്നെ ഇരിക്കാം. അവര് കുറച്ച് കഴിയുമ്പോ വരും കേട്ടോ. ശരിയാ മോളെ. ഒറ്റക്കൊന്നും ആ വഴിക്ക് പോകണ്ട. ഇന്നാളെ ഞാൻ തന്നെ ഒരു സിംഹത്തിന്റെ മുന്നിൽ പെട്ടിട്ട് എന്റെ മനക്കെട്ടി കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഒറ്റക്കൊന്നും പോകാൻ പറ്റിയ സ്ഥലമല്ല അത്. ഇവിടെ വന്ന് പറഞ്ഞിട്ട് ഇവരൊന്നും വിശ്വസിച്ചില്ല. മോളറിയണം, ഞാനൊരു സിംഹത്തിന്റെ മഴയിൽ പെട്ടിട്ട്. മനുഷ്യ, ഒന്ന് നിർത്ത്. ആ കഥയൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു കൊടുത്തോളാം. ഇങ്ങനെ തള്ളു കേട്ട് ഈ കൊച്ചി ഇപ്പൊ തന്നെ ഓടിപ്പോകുന്നത് തോന്നേ. അതൊന്നും സാരില്ല ആന്റി. എങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കാം. അവരിപ്പോ വരുമായിരിക്കും. ഞാൻ ഹെൽപ്പ് ചെയ്യണോ ആന്റി? വേണ്ട മോളെ, ഇത് എളുപ്പമല്ലേ. ഇത് കഴിഞ്ഞു. ഇത് ശർക്കരയും മാവിലോട്ടൊന്ന് ഒഴിച്ച് കുഴച്ച് വെച്ചിട്ട് നമുക്ക് ചട്ടി വെട്ട് വറുത്തെടുത്താൽ മതി. അത്രേ ഉള്ളൂ. മോളെ അവിടെ ഇരുന്നോളൂ കേട്ടോ. എന്നാൽ ഈ പിള്ളേര് ഇതവിടെ പോയി. റൂബി, നിങ്ങളെവിടെയാ? ഒരെണ്ണത്തിനെ കാണുന്നില്ലല്ലോ.
എനിക്ക് പേടിയാവുന്നു റൂബി. അമ്മാളു എവിടെയാ നിങ്ങൾ? ഈ പൈക്കളൊക്കെ ഒറ്റക്കാക്കിയിട്ട് ഇവിടെ എവിടെ പോയി? ഓ എനിക്ക് അയ്യോ അമ്മാളു റൂബി ഓടിയോ? അതെ നമ്മളെ ആടിനെയൊക്കെ പുലി പിടിക്കുന്നത്. അയ്യോ അയ്യോ റൂബി ഓടിയോ? അയ്യോ അമ്മാളു ഓടിയോ? അയ്യോ ഓടി വാ റൂബി. അയ്യോ ഞാൻ സത്യമായിട്ട് പറഞ്ഞതാ. അയ്യോ ദൈവമേ, ശരിക്കും പുലി വന്നെന്നാ തോന്നുന്നേ. റൂബി വാ. അയ്യോ ഞാൻ വലിയ പറ്റിച്ചാണെന്നാ വിചാരിച്ചേ. അയ്യോ ദൈവമേ, പുലി. അയ്യോ ഞങ്ങൾ ആരെയും പുലി വന്നോ? അയ്യോ അയ്യോ രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ റൂബി. അയ്യോ ദേ നമ്മളെ ആടിനെ പുലി അടിച്ചു. അയ്യോ റൂബി. അയ്യോ ടോമി എന്തെങ്കിലും ചെയ്യ് ടോമി. അയ്യോ രക്ഷിക്കണേ. അയ്യോ ബിച്ചു, ഒരു വടിയെടുത്ത് ഓടിക്ക് ബിച്ചു. അയ്യോ വടിയെടുത്ത് അതിന്റെ കടി കൊള്ളാതിരിക്കണു. ആയോ റൂബി. അയ്യോ ഓടിക്കോ. പുലി പിടിച്ച ഞങ്ങളുടെ ആടിനെ പുലി പിടിച്ച. അമ്മാളും അങ്ങനെ നീങ്ങിക്കമ്മാളു. പുലി പോന്നു പോന്നു. ടോമിയുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടോ റൂബി. സമാധാനായി. പുലി പോയി. അയ്യോ നമ്മളുടെ ആട് ചത്തെന്ന് തോന്നുന്നു. അയ്യോ നമ്മുടെ ആട് ചത്തത് തോന്നുന്നു ബിച്ചു. നീ എന്ത് അപ്പൊ ഇത് ചത്തില്ലേ? ഓ ഭാഗ്യായി. മിണ്ടാതിരിക്ക് ടോമി. മതി പുലിയൊക്കെ പോയി. ഓ അമ്മാളു നീ പേടിച്ചോയോ? ആന്റി, അവരെന്താ കാണാത്തെ? കൊറേ നേരമായല്ലോ. അന്വേഷിച്ചു പോണോ? ശരിയാ മനുഷ്യ, ഒന്ന് പോയി അന്വേഷിക്കൂ. എന്റെ ക്രാങ്ങളെ കാണുന്നില്ലല്ലോ. എന്തു പറ്റിയാവോ? ഓ സാരമില്ലടി, ടോമി കൂടെ ഉള്ളതല്ലേ. എന്തു വന്നാലും അവൻ നോക്കിക്കോളും. നീ ഒന്ന് ടെൻഷൻ അടിക്കാണ്ടിരിക്കും. ഇതെന്തായത്? ശർക്കര പായസോ? ഓ ചിന്നു, നിന്നെ പുലി കടിച്ചോടാ. എന്തെങ്കിലും പറ്റോ നിനക്ക്? റൂബി ഇനി നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കണ്ട. വാ പോകാം. ആ ശരിയാ, വാ മോളു, നമുക്ക് വേഗം പോവാം. നടക്ക് പോയിക്കലേ. നടക്ക് കാളെ. ടോമി വേ നടക്ക്. വാ മോളു വേഗം പോവാ. ഇവിടെ നിന്ന പ്രശ്ന. വൈകുന്നേരം ആവാറായി. എന്നാലും ഈ മാമന്റെ കഥകളൊക്കെ കേൾക്കാൻ രസമുണ്ടാങ്കി. ആ എല്ലാം നല്ല കെട്ട് കഥകളായതുകൊണ്ട് കേൾക്കാൻ നല്ല രസാ മോളെ. പക്ഷെ 2-3 പ്രാവശ്യം കേൾക്കുമ്പോ നമുക്ക് മടുക്കും. മോളെ ലച്ചു, മോളറിയണം, ഇവക്ക് ഇതിന്റെ കാര്യഗൗരവം അറിയില്ല. അതുകൊണ്ടാ ഞാൻ പറയണൊക്കെ കെട്ടുകഥകളാന്ന് ഇവളെ വിചാരം. ഉള്ള ഒരു കാര്യം. മതി നിങ്ങൾ എന്റെ കൊച്ചുങ്ങളൊന്ന് പോയി അന്വേഷിക്കുന്നുണ്ടോ? ഈ വൈകുന്നേരം ആവാറായി. അവരെ കാണുന്നില്ലല്ലോ. ഓ ആ അതേ ടോമിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അവരെത്തിന്നാ തോന്നുന്നേ. ആ മാമ, ഇതാരാ? പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടല്ലോ. എപ്പ വന്നു ലക്ഷ്മി? ഇതെന്താ ആന്റി? ഉണ്ണിയപ്പോ? നീ എവിടെ പോയി കിടക്കുകയെന്ന് ലച്ചു? എന്തേ ഈ ബാക്കിയുള്ള പടകളൊക്കെ? അവരൊക്കെ ദേ വരുന്നു. പിന്നെ എന്തുണ്ട് ലച്ചു വിശേഷങ്ങൾ? ആ സുഖമായി പോകുന്നു ബിച്ചു. ആ ലച്ചു എപ്പോ വന്നു? അച്ഛാ, ഞങ്ങൾ അവിടെ ഒരു പുലിനെ കണ്ടു. എനിക്ക് പേടിയായി. കണ്ടോ? ഈ മനുഷ്യനോട് ഞാനൊന്ന് പോയി അന്വേഷിക്കാൻ പറഞ്ഞതാ. പിന്നെ വീട്ടിലെല്ലാവർക്കും സുഖാണോ ലച്ചു? ഓ അവന്റെ ഒരു കാര്യം. എന്റെ മോള് പേടിച്ച് നിൽക്കുന്നാണ്ടില്ലേ. എന്താണ് വിച്ചു അവിടെ സംഭവിച്ചത്? അതൊക്കെ ഞാൻ ഈ ഉണ്ണിയപ്പം തിന്നിട്ട് പറഞ്ഞതാ. എനിക്ക് നല്ല വിശപ്പ്. വാലച്ചു നമുക്കിത് കഴിക്കാം. എന്താ ആന്റി ഇത്? ഉണ്ണിയപ്പോ കരിഞ്ഞപ്പോ? അത് പിന്നെ മോനെ, നിങ്ങളെ കാണാത്ത വിഷമത്തിൽ ആന്റി ഇത്തിരി കരിഞ്ഞു പോയി. മോനൊന്ന് കഴിക്കട്ടെ. ആന്റി കരിഞ്ഞു പോയെന്ന്. ആ എന്നാലും കൊള്ളാം. യമി.